വർഷം 1996. തങ്ങൾ പുതുതായിട്ട് വികസിപ്പിച്ചെടുത്ത വയർലെസ് സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അത് കൂടുതൽ ജനപ്രിയമാക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്റൽ, എറിക്സൺ, നോക്കിയ എന്നീ പ്രധാനപ്പെട്ട കമ്പനികളുടെ നേതാക്കന്മാരെ ഒരു യോഗം ചേരുകയാണ്. അതില് ഇന്റലിന്റെ എംപ്ലോയി ആയിരുന്ന ജിം കാഡച്ച് ഒരു പേര്, ആ പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയ്ക്ക് ഒരു പേര് മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു പേര് സജസ്റ്റ് ചെയ്തു. ആ പേരായിരുന്നു ബ്ലൂടൂത്ത് എന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴേക്കും, ഈ പേര് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാവർക്കും അത് വളരെ താല്പര്യമായി. പക്ഷെ ഇദ്ദേഹം ഈ പേര് പറയാനായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ സമയം ഇദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കിംഗ് രാജാക്കന്മാരെ കുറിച്ചുള്ളതായിരുന്നു. വൈക്കിംഗ് രാജാക്കന്മാരിൽ തന്നെ തന്റെ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ പേരായിരുന്നു യഥാർത്ഥത്തിൽ ബ്ലൂടൂത്ത് എന്നത്. ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസൺ എന്നായിരുന്നു ആ രാജാവിന്റെ പേര്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരായിരുന്നു ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസൺ. ഏവർക്കും സ്വാഗതം. ഗോം രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസൺ. പഴയ ഗോം രാജാവിന്റെയും അതുപോലെ തന്നെ തൈറ ഡൈനോബോർഡിന്റെയും മകനായിട്ടായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം ഡെൻമാർക്കിലെ രാജാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവായിരിക്കുന്ന പഴയ ഗോം രാജാവ് ഈ ഡെൻമാർക്കിനെ ഏകീകരിച്ച് ഭരിക്കാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ്. കാരണം ഇത് പല ഗോത്രങ്ങളായിട്ടായിരുന്നു ആ സമയത്ത് ആയിരുന്നത്. അതായത് ഈ വൈക്കിംഗ് കാലഘട്ടത്തിലെ പല ഗോത്രങ്ങളായിട്ടായിരുന്നു ഈ സ്കാൻഡിനേവിയ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോത്രങ്ങൾ പരസ്പരം കലഹിക്കുകയും യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇത് എപ്പോഴും സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗോത്രങ്ങളെ എല്ലാം ഈ കലഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെല്ലാത്തിനെയും കൂടി ഒരുമിപ്പിച്ച് ഒരു രാജ്യമാക്കി ഭരിക്കുക എന്നുള്ളതായിരുന്നു പഴയ ഗോം രാജാവിന്റെ, അതായത് ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസന്റെ പിതാവായിരിക്കുന്ന പഴയ ഗോം രാജാവിന്റെ ആഗ്രഹമെന്ന്. പക്ഷെ അദ്ദേഹം അതിലെ പൂർണ്ണമായിട്ട് വിജയിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ അധികാരം ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസന്റെ കയ്യിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഹെറാൾഡിന്റെ കയ്യിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഡെൻമാർക്കിനെ എന്ത് ചെയ്തു? ഒരുമിപ്പിച്ച് ഭരിച്ചു. അതേപോലെ ഇദ്ദേഹം ക്രൈസ്തവ ആശയത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു രാജാവായിരുന്നു. താൻ ഭരിക്കുന്നിടത്ത് ക്രൈസ്തവ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഇദ്ദേഹം വലിയ പ്രോത്സാഹനമാണ് കൊടുത്തത്. അതിന് ഇദ്ദേഹത്തിന് ക്രൈസ്തവ ആശയത്തോട് ആഭിമുഖ്യം വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ അമ്മയായിരിക്കുന്ന തൈറ ക്രൈസ്തവ ആശയത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സ്വാധീന ഫലമായിട്ടാകാം ഒരുപക്ഷെ ഇദ്ദേഹത്തിനും പിൽക്കാലത്ത് ഇദ്ദേഹം ഒരു രാജാവായി രാജ്യം ഭരിക്കുന്ന സമയത്ത് ക്രൈസ്തവ ആശയത്തോട് ആഭിമുഖ്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം നേരെ തിരിച്ചായിരുന്നു തന്റെ പിതാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അമ്മ ക്രൈസ്തവ ആശയത്തോട് ആഭിമുഖ്യം ഉള്ളപ്പോൾ പിതാവ് ശക്തമായിരിക്കുന്ന പേഗൺ മത അനുയായിയായിരുന്നു, അല്ലെങ്കിൽ പേഗൺ മതത്തെ ശക്തമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവായിരിക്കുന്ന ഗോം രാജാവ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫ്രൈസ്ലാൻഡിനെ ആക്രമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ പള്ളികളെ മുഴുവൻ തച്ചുടക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ ജർമ്മൻ രാജാവായിരുന്ന ഹെൻറി ഒന്നാമനെതിരായിട്ട് അദ്ദേഹം തിരിയുകയും പിൽക്കാലത്ത് ഹെൻറി ഒന്നാമൻ എന്ത് ചെയ്തു? ഈ ഗോമിനെ ആക്രമിക്കുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്ത സമയത്തെന്ന് പറഞ്ഞാൽ അന്ന് തകർക്കപ്പെട്ട പള്ളികളെ ഈ ഹെൻറി ഒന്നാമൻ പുനഃസ്ഥാപിക്കുകയും അവനെ പുനർനിർമ്മിക്കുകയും ചെയ്തു. മാത്രമല്ല അന്ന് അവിടെ മൈനോറിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടാകണമെന്നും, അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള നിലപാടുകളെയും അതുപോലെ തന്നെ പീഡനങ്ങളെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഹെൻറി ഒന്നാമൻ പ്രത്യേകമായിരിക്കുന്ന ഇടപെടൽ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. പിന്നീട് അദ്ദേഹം ഡെൻമാർക്കിന്റെ രാജാവായിട്ട് അവരോധിക്കപ്പെട്ടപ്പോഴേക്കും തന്റെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്റെ കയ്യിലേക്ക് ഭരണം വന്നു കഴിഞ്ഞപ്പോഴേക്കും തന്റെ പിതാവ് ബാക്കി വെച്ച, അതായത് ഡെൻമാർക്കിനെ ഒരുമിപ്പിക്കുക എന്നുള്ള, ഈ ഗോത്രങ്ങളെ ഒരുമിപ്പിക്കുക എന്നുള്ളത് തന്റെ പിതാവിന്റെ ലക്ഷ്യമായിരുന്നു. അത് പിന്തുടരാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം പറയായിരുന്നു, ഇങ്ങനെ വിവിധങ്ങളായിട്ട് നിൽക്കുന്ന ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു.
അപ്പൊ ഇവരെ എല്ലാവരെയും കൂടി ഒരുമിപ്പിച്ച് ഈ ഗോത്രങ്ങൾ വിഭിന്നമായിരിക്കുന്ന ഈ ഗോത്രങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന എന്തെങ്കിലും ഒരു ഘടകം ഇവർക്കിടയിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അന്ന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന ക്രൈസ്തവ ബിഷപ്പുമാരെ അദ്ദേഹം ഈ ഡെൻമാർക്കിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുന്നതിനും മറ്റുമായിട്ട് അയച്ചു. അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനവും അദ്ദേഹം ചെയ്തു കൊടുത്തു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ വിഭിന്നങ്ങളായി ശത്രുക്കളായിട്ട് തമ്മിൽ തല്ലുന്ന ഈ ഗോത്രങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ആശയം ഇവരുടെ ഇടയിൽ ഉണ്ടാകണം, ഇവരെല്ലാവരും ഒന്നിപ്പിക്കാൻ പറ്റിയ ഒരാശയം ഉണ്ടാകണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ക്രൈസ്തവ ആശയം തന്നെയാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഈ ബിഷപ്പുമാരെ എന്ത് ചെയ്തു, ഈ ഗോത്രങ്ങൾക്കിടയിലേക്ക് സുവിശേഷം പറയുന്നതിനും മറ്റുമായിട്ട് അയക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന പ്രോത്സാഹനം ചെയ്തു കൊടുക്കുകയും അവര് ഡെൻമാർക്കിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഡെൻമാർക്കിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും തന്നെ ക്രിസ്തുമതം സ്വീകരിക്കുകയും എല്ലാവരും ക്രിസ്തുമതത്തിലേക്ക് വരികയും ഏതാണ്ട് എല്ലാവരും തന്നെ ആ നിലയിൽ വിശ്വാസികളായിട്ട് ക്രിസ്തുമത വിശ്വാസികളായിട്ട് തീരുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഡെൻമാർക്കിനെ ഒരുമിപ്പിച്ച് നിർത്താനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈ വിഭിന്നങ്ങളായിരിക്കുന്ന ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് ഭരിച്ച രാജാവായിട്ട് മാറിയത്. മാത്രമല്ല ഈ നോർവേയിലും ഇതേ രീതി തന്നെയാണ് അദ്ദേഹം പിന്തുടർന്നത്. നോർവേയിലേക്ക് ഇതുപോലെയുള്ള ക്രൈസ്തവ ആശയങ്ങളുള്ള അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതായിട്ടുള്ള ബിഷപ്പുമാരെ മറ്റുള്ളവരെയൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ അയച്ചു. ഇങ്ങനെ അയച്ചതിന്റെ ഫലമായിട്ട് നോർവേയിലും ഒരു പരിധിവരെ ഈ ക്രൈസ്തവ ആശയം കൊണ്ടും അല്ലാതെയും ഒക്കെ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് ഈ ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനായിട്ട് സാധിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമുക്കറിയാം സ്കാൻഡിനേവിയ ഒരു കാലഘട്ടത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് മഹാഭൂരിപക്ഷവും ക്രൈസ്തവരായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ന് അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലപാടെടുത്ത ഒരു വിഭാഗമായിരുന്നു ഈ സ്കാൻഡിനേവിയയിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു പരിധിവരെ ഒരു നല്ല പങ്ക് ആർക്കും പറയാനുണ്ട്. ഈ ഹെറാൾഡ് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന രാജാവിനും അതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹവും അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഡെൻമാർക്കിനെയും നോർവേയും ഒരുമിച്ച് നിർത്തി ഭരിക്കുവാനായിട്ട് ഈ ഹെറാൾഡ് ബ്ലൂടൂത്തിനെ കഴിഞ്ഞു എന്ന് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ വൈക്കിംഗ് രാജാക്കന്മാർക്കിടയിൽ ഇദ്ദേഹത്തിന്റെ ഒരു സവിശേഷ നേട്ടമായിട്ട് ഇത് പറയപ്പെടാറുണ്ട്. അതേപോലെ രാജ്യത്തിന്റെ സംരക്ഷണാർത്ഥം ഇദ്ദേഹം കോട്ടകളെ ശക്തിപ്പെടുത്തുകയുണ്ടായി. അതായത് വൈക്കിംഗ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശേഷിപ്പ് അല്ലെങ്കിൽ വൈക്കിങ്ങുകളുടെ ആ കാലഘട്ടത്തിലെ ചരിത്ര ശേഷിപ്പായിട്ട് പറയപ്പെടുന്ന കോട്ടകളാണ് ട്രെല്ലബർഗ് റിംഗ് കോട്ടകൾ എന്ന് പറയുന്നത്. അത് ഹെറാൾഡ് ബ്ലൂടൂത്തിന്റെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷയിച്ചും തകർന്നും കിടക്കുകയായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കോട്ടകളെ ശക്തിപ്പെടുത്തുകയും അതിനെ പുനർനിർമ്മിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു നേട്ടമായിട്ട് പറയപ്പെടാറുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കൊല ചെയ്യപ്പെടുകയുണ്ടായത്. അതായത് സ്വീഡനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തില് 987 അടുത്ത് ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ജഡം അങ്ങനെ ശവമഞ്ചത്തിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ പല്ലുകൾക്ക് നീല നിറമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പല്ലുകൾക്ക് നീല നിറമായിരുന്നു. അപ്പൊ ഇത് കണ്ടവര് പിൽക്കാലത്ത് ഇദ്ദേഹത്തെ വിളിച്ച പേരാണ് ബ്ലൂടൂത്ത് എന്നും പറയപ്പെടാറുണ്ട്. അതിന് പല ഭാഷ്യങ്ങൾ കൊടുക്കാറുണ്ട്. പല്ലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പേര് ഇദ്ദേഹത്തിന് വരുന്നത്. എങ്കിലും ചിലര് മറ്റു ചില കഥകളും ഇതിന്റെ കൂടെ പറയാറുണ്ടെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ് ഇദ്ദേഹത്തിന്റെ പല്ലിന്റെ നിറം നീലയായിരുന്നു മരണശേഷം. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അനുയായികൾ ഇദ്ദേഹത്തെ ബ്ലൂടൂത്ത് എന്ന് വിളിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ ശവശരീരം റോസ്ഗിൽഡ് എന്ന് പറയുന്ന ഒരു പള്ളിയിൽ അങ്ങനെ സംസ്കരിക്കുകയുണ്ടായി എന്ന് കാണാൻ. അപ്പോൾ ഇതായിരുന്നു ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസന്റെ ചരിത്രം എന്നത്. അപ്പോൾ ഇത് പറയാൻ കാര്യം ബ്ലൂടൂത്ത് എന്ന് പറയുന്ന പുതിയ സാങ്കേതിക വിദ്യയ്ക്ക്, വയർലെസ് സാങ്കേതിക വിദ്യയ്ക്ക് എങ്ങനെയാണ് ആ പേര് വന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മള് ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസണിലേക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്കും കടന്നുപോയത്. അപ്പോൾ ഇത് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്, ഈ ചരിത്രമായിരുന്നു ആക്ച്വലി ഈ പറയുന്ന ജിം കാഡച്ച് വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ എപ്രകാരമാണോ ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസൺ ചിതറിപ്പാർത്തിരുന്ന, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറാൻ വേണ്ടി നിലനിന്നിരുന്ന ഈ ഗോത്രങ്ങളെ ഒരുമിപ്പിച്ചത് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്തത്, അതേപോലെ
ഈ പുതിയ സാങ്കേതിക വിദ്യ, ഈ പുതിയ വയർലെസ് സാങ്കേതിക വിദ്യ അഥവാ ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ, വിഭിന്നമായിട്ട് നിൽക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നു എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ടുമാണ് അദ്ദേഹം ആ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് ബ്ലൂടൂത്ത് എന്ന നാമകരണം ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്തിന് ആ പേര് കൈവന്നത്. മാത്രമല്ല, അതിൽ കാണുന്ന ബ്ലൂടൂത്തിന്റെ ലോഗോ എന്ന് പറയുന്നത് ഈ ഹെറാൾഡ് ബ്ലൂടൂത്ത് ഗോംസന്റെ ഇൻഷ്യൽ ആണെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.